ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് പുൽപ്പള്ളിയിലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ആനി ആൻറ്റിയാണ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആനി ആൻറ്റിയുടെ സ്പെഷ്യലായിട്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് ആനി ആൻറ്റി. ആനി ആൻറ്റി നല്ല സൂപ്പർ കുക്കാണ്. ആനി ആൻറ്റിൻ്റെ ഫുഡുകളെല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. ആനി ആൻറ്റിൻ്റെ അച്ചാർ ഭയങ്കര സ്പെഷ്യലാണ്. ഗൾഫിലേക്കൊക്കെ പോകുന്നവരുടെ ഭയങ്കര ഫേവറേറ്റ് ആയ സാധനമാണ് ആനി ആൻറ്റിൻ്റെ അച്ചാർ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ആനി ആൻറ്റിൻ്റെ കപ്പ ബിരിയാണി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇതാണ് ആനിയാൻറ്റിയുടെ ശരിക്കുള്ള അടുക്കള. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെയൊന്നുമല്ല. ആനിയാൻറ്റിക്ക് പുറത്ത് ഒരു അടുക്കളയുണ്ട്. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് പരിപാടികളെല്ലാം നടക്കുന്നത്. പുറത്തുള്ള ആ ഒരു അടുക്കളയിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ഈ എല്ലുണ്ടല്ലോ, അതായത് മുഴനെഞ്ചാണ്, അത് ഇങ്ങനെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ 2 കിലോ മുഴനെഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മുഴനെഞ്ചിനാണ് ടേസ്റ്റ് കൂടുതൽ. അത് നമ്മൾ ചോദിച്ചു വാങ്ങണം. അല്ലെങ്കിൽ വാരിയലൊക്കെ ആണെങ്കിൽ ഈ കപ്പ ബിരിയാണീൻ്റെ ആ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം മുഴനെഞ്ചാണ്. അതിങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടേക്കുവാണ്. ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ പുറത്തെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ട് 2-3 തവണ കഴുകി വാരണം. കാരണം ഇതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നല്ല വൃത്തിയാണെങ്കിൽ 2-3 തവണ കഴുകണം. അപ്പോൾ ആദ്യം ഇത് കഴുകി വാരും. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടാണ് കഴുകാൻ പോകുന്നത്. കാരണം വിനാഗിരി ഇട്ട് കഴുകുമ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് പോയി നല്ല വൃത്തിയായി വരും. ഇത് ആനിയാൻറ്റീൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ ആനിയാൻറ്റി ആ വെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി. കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് വീണ്ടും ആ എല്ലൊക്കെ കഴുകി വെച്ചിരിക്കുന്ന എല്ല് വീണ്ടും ഇട്ട് ഒന്നുകൂടെ കഴുകി എടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് വാരി എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലൊക്കെ നല്ല വൃത്തിയായി കഴിഞ്ഞു. അത്രയും പണിയേ ഉള്ളൂ ഇത് കഴുകുക, ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ്ട് ആനിയാൻറ്റി ഫൈനലായിട്ട് കഴുകി വാരി അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന എല്ലിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ളത് ചേർക്കുക. പിന്നെ ഒരു പിടി നല്ലപോലെ കറിവേപ്പില എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടെ ആ എല്ലിലേക്കും ഇറച്ചിയിലേക്കൊക്കെ പിടിച്ച് വരണം. അതായത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഞാനിവിടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എല്ലാം ചെയ്യുന്ന ആനിയാൻറ്റിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മൂടി വെക്കാം. നമുക്ക് വേറെ പണിയുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പൊടികൾ ചൂടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൻറ്റി. ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു തവി പോലെയുള്ള ഒരെണ്ണം കൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറയാം. 2.5 തവി ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂണോളം ഉണ്ട് ആ ഒരു പൊടി എന്ന് പറയുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാലയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 പൊടികൾ. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആൻറ്റി പറഞ്ഞ കണക്ക്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇതും നന്നായിട്ട് വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ അടിയിലുള്ള പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് ഇനിയും പൊടികൾ ചേർക്കാനുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ ചേർത്ത് വരുമ്പോഴേക്കും അടിയിലുള്ളത് മുഴുവൻ കരിഞ്ഞു പോകും. ഇനി അടുത്തത് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വീണ്ടും ചേർക്കുകയാണ്. ഓൾറെഡി നമ്മൾ 2 ടീസ്പൂൺ എല്ലിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിൽ പോരാത്തതാണ് ഇപ്പോൾ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. അടുത്തതായിട്ട് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 4 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കുക. ഇതോടെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. വറുത്ത് നല്ല ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളറിലോട്ട് വരണം. അപ്പോഴാണ് കരിയരുത്. അങ്ങനെ എത്തുമ്പോഴാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു കളറും ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഒക്കെ വരുന്നത്. ഇപ്പൊ പൊടിയുടെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ടാവും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നേരെ കൊണ്ടുപോയി എല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം ചൂട് ഇച്ചിരി കുറഞ്ഞു. ഇനി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലിലേക്ക് ഇട്ടിട്ട് എല്ല് നന്നായിട്ട് ഈ പൊടികളുടെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇടുന്നതനുസരിച്ച് ഞാൻ ഓരോന്നും എത്ര അളവെന്ന് പറഞ്ഞു തരാം. ആദ്യം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നടുവേ കീറി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ചെറിയുള്ളിയാണ്. അത് വേണമെങ്കിൽ നടുവേ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നടുവേ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു.
പിന്നെ വേണ്ടത് സവോളയാണ്. സവോള 2 എണ്ണം നീളത്തിൽ ഒത്തിരി കനം കുറച്ച് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ചധികം കറിവേപ്പിലയുണ്ട്. അതൊരു 5 തണ്ടോളം ഉണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്നതുകൊണ്ട് കുറച്ചധികം ചേർക്കുന്നുണ്ട്. അത് നല്ലതാണ്. നല്ല ടേസ്റ്റ് നമുക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി പൊടിയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒന്നും കൂടെ നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഈ പാത്രത്തിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ വറുത്തിരുന്ന ചീനച്ചട്ടിയില്ലേ, അതിനകത്ത് പകുതി പാത്രം വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മൂടി നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലിൻ്റെ പണി എന്ന് പറയുന്നത്. വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി അടുപ്പയിലോട്ട് വെക്കുകയാണ്. അവിടെ ഇരുന്ന് നന്നായിട്ട് ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാൻ തുറന്നിട്ട് 2 തക്കാളി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആൻറ്റി ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ല് ഇതാണ്ട് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കപ്പയുടെ പരിപാടിയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കപ്പയാണ്. 2 കിലോ എല്ലിന് 4 കിലോ കപ്പ വരെ ചേർക്കാം നമുക്ക്. ഇത് ഏകദേശം ഒരു 3 മുതൽ 4 കിലോ വരെ ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് കൊത്തിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കൊത്തി കഴുകി വാരിയെടുക്കണം. അപ്പോൾ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ കപ്പയെല്ലാം പൊളിച്ച് എടുത്തിട്ടുണ്ട്. നല്ല വെള്ള കപ്പയാണ്. അപ്പോൾ ഇനി ഇത് കൊത്തി എടുക്കണം. കൊത്തി എടുത്തിട്ട് കഴുകി വാരുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കപ്പ കൊത്തി കഴുകി വാരി 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന കാലത്തിൽ വെള്ളം തിളച്ച് കാണും. കപ്പ ഇടാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. കപ്പ ഇട്ട് കൊടുക്കുകയാണ്. കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകുമ്പോഴേക്കും തേങ്ങ ചിരകി ഒതുക്കിയെടുക്കാം. തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കണ്ടോ കുറച്ച് വയലറ്റ് കാന്താരി കിട്ടി. അപ്പോൾ അത് ഞാൻ എടുത്തേക്കുവാണ്. ഇത് പോരാ, കുറച്ച് പച്ച കാന്താരി ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ വെള്ള വഴുതനങ്ങ ഇരിക്കുന്നത് കണ്ടു. അപ്പം വെള്ള വഴുതനങ്ങ ഞാൻ അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുക്കാൻ പോവാണ്. ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10ഓളം കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. 10 കൂടുതലുണ്ടാവും. എരിവ് അനുസരിച്ച് എടുക്കുക. പിന്നെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഒതുക്കിയെടുത്തത്. ഇപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു വാർക്കച്ചട്ടിയിലേക്ക് ഊറ്റിയിട്ടേക്കുവാണ്. അപ്പം ഇതിൻ്റെ വെള്ളം എല്ലാം ഊർന്ന് പോയിക്കോളും. കണ്ടോ, കപ്പ എല്ലാം നല്ല വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട പണിയാണുള്ളത്. അപ്പം ഇവിടെ ഏതാണ്ട് ഒരു പാത്രത്തിൽ എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കപ്പ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും അടുപ്പിലോട്ടൊന്ന് വെക്കും. എന്നിട്ട് ഒന്ന് ആവി കയറിയ ശേഷമാണ് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം കപ്പ ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉപ്പ് വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അതിനകത്തോട്ട്, തേങ്ങയിലോട്ട്. അപ്പോൾ ഉപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് തേങ്ങ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില അതിനകത്ത് കുറച്ച് അധികം ഇടുന്നുണ്ട്. ഇനി ഇത് മൂടിയിട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുകയാണ്. അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി വന്ന ഉടനെ നമ്മളതൊന്ന് എടുത്തിങ്ങനെ ഒന്ന് താഴെയുള്ളതൊക്കെ മേലേക്ക് വരാൻ വേണ്ടി ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. വീണ്ടും അടുപ്പിലോട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പയിൽ നിന്ന് ഇറക്കിയിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഉടഞ്ഞ് വരണം. കപ്പയും ആ എല്ലും കൂടെ നന്നായിട്ട് മിക്സ് ആയി വരണം. അപ്പോൾ ഒരു നമ്മൾ കപ്പയൊക്കെ ഇളക്കുന്ന കോലുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ ബിരിയാണി റെഡിയായി. ഇതാ ചൂടോടെ ഇല വിളമ്പിയേക്കാണ്. ഇനി കഴിക്കാം. ബെൻചാച്ചനോട് നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിക്കാം. ബെൻചാച്ചൻ കഴിക്കട്ടെ. ബെൻചാച്ച എങ്ങനെയാണ് ബെൻചാച്ച? കപ്പ ബിരിയാണി നല്ല സൂപ്പറായി. ആ, അപ്പോൾ ഉണ്ടാക്കിയ ആളെയും കൂടെ കാണിക്കട്ടെ നമുക്ക്. ഇതായിരിക്കുന്നത് നമ്മുടെ ആനി ആൻറ്റി. പിന്നെ പാകത്തിന് നല്ല കൂട്ടാണ്. ഇറച്ചി നല്ല ശരിക്കും നല്ല പോത്തിന്റെ ഇറച്ചി ആയതുകൊണ്ടും നല്ല വേവ് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ
ഒരു തവണ ഇച്ചിരി കപ്പ ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇന്ന് വൈകിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ ഒരു തവണ എടുക്കണം വിചാരിച്ചു, പക്ഷെ ഞാൻ 2 തവണ 3 തവണ എടുത്തു. സംഭവം അടിപൊളിയാണ്, നല്ല കൈപ്പുണ്യം.